Hi everyone, my name is Harsha and welcome back. നമ്മുടെ സ്കിൻ കെയർ ചെയ്യും. സ്കിൻ കെയർ എന്ന് പറയും. അപ്പം നമ്മൾ എന്താണ് ജസ്റ്റ് ഫേസ് മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ. നമ്മൾ ഫേസിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങോട്ട് വിടും അല്ലേ. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഫേസ് മാത്രമല്ല, നമ്മുടെ ബോഡിയും ഒരു സ്കിന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി കെയറും ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് വേറൊരു ടെക്സ്ചർ അല്ലെങ്കിൽ വേറൊരു കളർ, അതുപോലെ തന്നെ നമ്മുടെ നെക്കിന് താഴെ വേറൊരു കളർ, നമ്മുടെ കയ്യിൽ കാലിന് ഒക്കെ വേറൊരു കളർ അല്ലേ, അങ്ങനെയായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ഫേസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബോഡിക്കും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൈ കാല് ഒക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസ് പാമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ കൈയും കാലിലും നമ്മൾ നന്നായിട്ട് പാമ്പർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ബോഡി ബ്രൈറ്റനിങ് ഹാക്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ബ്രൈറ്റനിങ് എന്ന് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ ടെക്സ്ചർ കുറച്ചും കൂടി നല്ലതാകും ആൻഡ് ബോഡി കുറച്ചും കൂടി എന്താ പറയുക, ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ നല്ല ഒരു സ്മൂത്ത്, നല്ല ഒരു ഗ്ലോയി ആയിട്ടുള്ള ബോഡി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാക്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഡബിൾ ക്ലെൻസിങ്. ഫേസ് ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ബോഡിയെ ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു നോൺ കൊമോഡിജനിക് ഓയിൽ എടുക്കുക, ലൈക്ക് ആർഗൻ ഓയിൽ, ഓലിവ് ഓയിൽ, ആമണ്ട് ഓയിൽ. അത് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അത് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക, സോ ദാറ്റ് അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൂഫ എടുത്തിട്ട് നമ്മൾ എന്താണോ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സോപ്പ്, ബോഡി വാഷ്, വട്ടെവർ, അത് എടുത്തിട്ട് നന്നായിട്ട് ലാതർ ചെയ്തിട്ട് ജെന്റ്ലി സർക്കുലർ മോഷനിൽ വേണം നമ്മൾ അത് ആ ഓയിൽ നമ്മൾ മായ്ച്ചു കളയാനായിട്ട്. അപ്പം ഓൾവേസ് ട്രൈ ടു ഡബിൾ ക്ലെൻസ് യുവർ ബോഡി. സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത് മാസ്ക് പ്ലസ് എക്സ്ഫോലിയേഷൻ. അതായത് നമ്മൾ നമ്മുടെ ബോഡി വീക്ക്ലി വൺസ് ഓർ ട്വൈസ് സ്ക്രബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുമ്പോൾ അത് തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിലോട്ടും ഇടാൻ പറ്റും. അതല്ല, ബോഡിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബോഡി പാക്സ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും എക്സ്ഫോലിയേറ്റ് ചെയ്യുക. എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഡെഡ് സ്കിൻ, നമ്മുടെ ആംസിൻ്റെ ഈ ഒരു പോർഷനിൽ ലെഗ്സിൻ്റെ നീസ് അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു ബോഡി പാക്ക് അല്ലെങ്കിൽ ബോഡി മാസ്ക് നമ്മൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും, നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. തേർഡ് ഹാക്ക് എന്ന് പറയുന്നത് റിമൂവിങ് യുവർ ബോഡി ഹെയർ. യെസ്, ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് മെത്തേഡാണെങ്കിലും, വെദർ ഷേവിങ് ആണെങ്കിലും വാക്സിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നമ്മുടെ ബോഡി ഹെയർ ഉറപ്പായിട്ടും റിമൂവ് ചെയ്തിരിക്കുക. നമ്മൾ ഇപ്പം റേസർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. നമ്മുടെ ബോഡി ഹെയർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ കാണാൻ പറ്റും നല്ല സ്മൂത്തായി, നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റ്, നല്ല ഗ്ലോയി ആയിട്ടിരിക്കും. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് റിമൂവൽ ടിപ്പാണ്. നമ്മളിപ്പോൾ ബോഡി ഹെയർ റിമൂവ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ എന്തായാലും ഭയങ്കര ഡ്രൈ ആയിട്ടോ. അപ്പം നമ്മൾ എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യാം. ഇതിപ്പം ബോഡി ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമെന്നല്ല, നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പം നമ്മുടെ ബോഡിയുടെ ഡ്രൈനെസ് മാറ്റാനായിട്ടും നമുക്ക് നല്ലൊരു ബോഡി ലോഷൻ അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എപ്പോഴും നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ റിമൂവൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും യൂസ് ചെയ്യാം, സോ ദാറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സപ്പൽ നമ്മുടെ സ്കിൻ ആവാൻ വേണ്ടിയിട്ടും. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ SPF അല്ലെങ്കിൽ സൺസ്ക്രീൻസ് നമ്മൾ ഒരിക്കലും ഫേസിന് വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, അത് നമ്മൾ ബോഡി
ബോഡിക്കും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസിൽ എന്താണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും, ഞാൻ അത് കുറച്ചെടുത്ത് എൻ്റെ ബോഡിയിലും അപ്ലൈ ചെയ്യും. ആഫ്റ്റർ അപ്ലൈയിങ് എ മോയ്സ്ചറൈസർ ഞാൻ കുറച്ചൊരു കോയിൻ സൈസ് എമൗണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ബോഡി, എൻ്റെ ആംസ് എവിടെയാണോ മീൻസ് എക്സ്പോസ്ഡ് ഏരിയ എന്താണോ അവിടെയൊക്കെ ഞാൻ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് മാത്രമല്ല ഡാർക്കൻ ആവുന്നത്, നമ്മുടെ ആംസും മീൻസ് ഇൻ ഷോർട്ട് എന്ത് എക്സ്പോസ്ഡ് ഏരിയ ആണെങ്കിലും അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ടാനിങ് വരും, പിഗ്മെൻറ്റേഷൻ വരും, സൺ ബേൺസ് വരും. അതുകൊണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ ആൻഡ് ഈറ്റ് ലോട്ട്സ് ഓഫ് വെജീസ്. ഈ ഔട്ടർ ലെയറിൽ എന്ത് കാണിക്കുകയാണെങ്കിലും ഓക്കെ, അത് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം. ബട്ട് നമ്മുടെ ഇൻടേക്ക്, നമ്മൾ ഇന്റേർണലിയും നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഔട്ടർ ലെയറിൽ എന്താണോ ചെയ്യുന്നത് അതിനൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് വെജീസ് കഴിക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ, സാലഡ്സ്, ഫ്രൂട്ട്സ്, അതുപോലത്തെ നമ്മുടെ ബോഡിക്ക് നല്ല ന്യൂട്രിയൻസ് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുക. ആൻഡ് ഒരുപാട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് വെള്ളം ഒരുപാട് കുടിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ ഒരു എന്താ പറയുക, നമ്മുടെ ബോഡിയൊക്കെ ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടാവും. ഒരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ്ലി നന്നായിട്ട് വെള്ളം കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ആ ബോഡിയുടെ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് നന്നായിട്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ഒരു വൈറ്റ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇന്റേർണലിയും നമ്മൾ നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ബോഡി ബ്രൈറ്റനിങ് ഹാക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നോ വൺ ക്യാൻ അച്ചീവ് എ പെർഫെക്റ്റ് സ്കിൻ ഓവർനൈറ്റ്. അതുകൊണ്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ആൻഡ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പറയുന്നതാണ്. എൻ്റെ സ്കിൻ എത്ര നല്ലതാണോ അതുപോലെ തന്നെ ഐ ക്യാൻ സേ ദാറ്റ് എൻ്റെ ബോഡി ടെക്സ്ചറും അല്ലെങ്കിൽ എൻ്റെ ബോഡി സ്കിന്നും അത്രയും നല്ലതാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഫേസ് കെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി കെയറും ഷുവറായിട്ടും ചെയ്യാം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യു സെൽഫ്. ബൈ.